ഈ റിയാലിറ്റി ഷോയില് ZTVയില് പങ്കെടുത്തു. അതെ അതെ, അതായിരുന്നു ശരിക്കും എൻ്റെ മ്യൂസിക് കരിയറിലെ ഒരു ടേണിംഗ് പോയിന്റ്. സംഗീതം എൻ്റെ ജീവിതത്തിലുടനീളം വേണം എന്ന് ഞാൻ തീരുമാനിക്കുന്നത് ജി സരഗമയിൽ പോയിട്ടാണ്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് മെഗാ ഫൈനലിസ്റ്റ് ഫ്രം സൗത്ത് ഇന്ത്യ ആയിരുന്നു. 2002 സംഭവം. പോയതും എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞേ. അയ്യോ, ഭയങ്കര അപ്രതീക്ഷിതമായിട്ടാണ്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവിടുന്ന് അവർ ഓഡീഷൻ, 10ാം ക്ലാസ് കഴിഞ്ഞ് വെറുതെ ഇരിക്കുക, 2 മാസം ഉണ്ടല്ലോ, 2-3 മാസമൊക്കെ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ അവർ ഓഡീഷന് വന്നതാണ്. പത്രത്തിൽ കണ്ട് അപ്ലൈ ചെയ്തു. നേരിട്ട് പോയി. 150 പേരുണ്ടായിരുന്നു ഇവിടുന്ന് സിംഗേഴ്സ്. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് സെലക്ഷൻ കിട്ടി. പിന്നെ ഒന്നും ഓർമ്മയില്ല. പാട്ട് പാടുന്നതൊന്നും ഓർമ്മയില്ല. പക്ഷെ എന്നാന്നറിയാം മോളെ, ഞാൻ ചോദിക്കാൻ കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ ആ ഒരു നമ്മുടെ അല്ലല്ലോ, ടോട്ടലി ഡിഫറെന്റ് അല്ലേ. അപ്പം അന്നത്തെ കാലം എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ നമ്മുടെ ഫിംഗർ ടിപ്സിൽ ഒന്നുമില്ല. നമുക്ക് ഹിന്ദുസ്ഥാനി മ്യൂസിക് അല്ലെങ്കിൽ വേൾഡ് മ്യൂസിക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്രയും ഒരു, നമുക്കും പ്രായം അത്രയേ ഉള്ളൂ, 10-16 വയസ്സ്. എക്സ്പോസ്ഡ് അല്ല നമ്മൾ. അപ്പം അവിടെ ചെന്നിട്ട് വേറൊരു ലോകം, ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു ലോകം തുറന്ന് കിട്ടുകയാണ്. ജഡ്ജസ് കവിത കൃഷ്ണമൂർത്തി ജി, ഉസ്താദ് അംജദ് അലി ഖാൻ ജി, OP നയ്യാർ സർ. അതൊരു വലിയ ഭാഗ്യമാണ്. ഈ അടുത്ത് അദ്ദേഹം നമ്മളെ വിട്ടു പോയില്ലോ. അപ്പോൾ അന്ന് അദ്ദേഹത്തെ കാണാൻ പറ്റി, OP നയ്യാർ സർ. പിന്നെ ഒരു സെമി ഫൈനൽസിൽ ചിത്രേച്ചി ജഡ്ജായിരുന്നു. കുമാർ സാനു ജി ഒക്കെ ഉണ്ടായിരുന്നു, അഭിജിത്ത്. ഇപ്പം അവിടെ പാടിയിട്ടേ അവിടുത്തെ ജഡ്ജസിനെ ഒക്കെ ഞെട്ടിച്ച ഒരു പാട്ടുണ്ടാവുമല്ലോ. അവിടെ ഒരു ജഡ്ജസ് ചോയ്സ് റൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു റൗണ്ട് ഉണ്ടായിരുന്നു. അതിൽ OP നയ്യാർ സാറിനാണ് എൻ്റെ അടുത്ത് ചോദിക്കാനുള്ളൊരു ഇത് വന്നത്. അദ്ദേഹം വളരെ കോയിൻസിഡൻ്റലായിട്ട് റെന ബിത്തിജായെ ചോദിച്ചു. എനിക്ക് ഏതാണ്ട് സ്വർഗം കിട്ടി. എനിക്ക് ആകെ കൂടി ചോദിച്ച പോലെ ആ പാടെ പഠിച്ചിട്ട് പോയ ചോദ്യം. അത് പാടാം. റെന ബിത്തിജായ शाम ना आए ना बीती जाए, शाम ना आए निंदिया ना आए, निंदिया रहना बीती जाए, शाम ना आए रहना बीती जाए. പുതിയ പാടത്തില് എങ്ങനത്തെ ടൈപ്പ് ഓഫ് പാട്ടുകളാവുള്ളത് എബിയില്? എബി ബേസിക്കലി ഒരു എന്താ പറയുക, ക്യൂട്ട് ഇന്നസെന്റ് മോട്ടിവേഷണൽ മൂവിയാണ്. പാട്ടുകളും അതിൽ 5 പാട്ടുകളുണ്ട്. അതിലൊരു പാട്ടാണ് ഞാൻ പാടിയേക്കണത്. ബാക്കി സൗമ്യ ഒരു പാട്ട്, ബ്യൂട്ടിഫുൾ ഒരു ലല്ലബി, ഒരു താരാട്ടുപാട്ട് സൗമ്യ പാടിയിട്ടുണ്ട്. 4 പാട്ടുകൾ ബിജിബാലും, ഒരു പാട്ട് ജയസഞ്ജയ് നായരുമാണ്. റഫീഖ് ജിയുടെ പോയിട്രി, സന്തോഷ് വർമ്മയുടെ കൂടെ 2 പാട്ടുകളുണ്ട്. അതിൽ ഞാൻ പാടിയേക്കുന്ന പാട്ട് ഒരു ഇത് പറഞ്ഞ പോലെ ഒരു ഫീൽ ഗുഡ്, പെപ്പി, ക്യൂട്ട് ആയിട്ടുള്ളൊരു സോങ് ആണ്. ഇതിന് മുന്നേ ഹസ്ബൻഡ് ഫിലിംസ് ചെയ്തിട്ടുണ്ടോ അതോ? ഇല്ല, പ്രിയൻ സാറിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു. 2005 മുതൽ നമ്മൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് കമ്പനി കടവന്ത്രയിൽ സ്റ്റാർട്ട് ചെയ്തു. സോ ഫോർ ദി പാസ്റ്റ് 10 years ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അഡ്വർടൈസ്മെന്റ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ. അപ്പം ഈ സ്ക്രിപ്റ്റ് ആരാ ചെയ്താ പറഞ്ഞേ? സന്തോഷ് ചേച്ചിക്കാണ്. ഓക്കെ. അപ്പം വന്ന് അപ്രോച്ച് ചെയ്തു. സന്തോഷ് ചേട്ടനും ശ്രീകാന്തേട്ടനും സുഹൃത്തുക്കളാണ്. അപ്പോൾ പല കഥകൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ത്രെഡ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ പെട്ടെന്ന് വളരെ നോവലായിട്ട് തോന്നി അതിൻ്റെ ത്രെഡ്. അങ്ങനെ വിനീത് ശ്രീനിവാസിനെ അപ്രോച്ച് ചെയ്തു, ആൾക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ സസ്പെൻസ് ഉണ്ടോ? കഥ അങ്ങോട്ട് വിട്ടു പറയുന്നില്ല, എല്ലാവരും ഇവിടെ തൊട്ടൊക്കെ പറയാം. ഞാൻ ഇങ്ങനെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നിൽക്കുക കഥയൊന്ന് കേൾക്കാൻ. ഇല്ല, എബി എന്ന് പറയണ നമ്മളിൽ എല്ലാവരിലും ഉണ്ട് ഈ എബി. അത് പറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി. അത് 3 ഗെറ്റപ്പിലാണ് വിനീത് വരുന്നത്, സ്കൂൾ ബോയ് തൊട്ട് പ്രസന്റ് ഇതുവരെ. സോ പറക്കാൻ ആഗ്രഹിക്കുന്ന, നാട്ടിൻപുറത്ത് ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. ലോട്ട് ഓഫ് ഡ്രീംസ്. അപ്പൊ നമ്മുടെ ഉള്ളിലും എല്ലാവരും അങ്ങനെ പറക്കൽ ഫിസിക്കലായിട്ടല്ല, മെന്റലി പറക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരില്ലേ നമ്മുടെ ഇടയിൽ തന്നെ. അപ്പൊ അവർക്ക് എങ്ങനെ അത് ആ ഒരു പാഷനിലേക്ക് എത്തിച്ചേരാം
അപ്പൊ ഈ ഫിലിം കണ്ടു കഴിഞ്ഞാൽ ഇപ്പത്തെ ന്യൂ പിള്ളേർക്കൊക്കെ ഒത്തിരി പ്രതീക്ഷ കിട്ടുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഇതും നമുക്ക് 60 വയസ്സായവർക്ക് പോലും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു മോട്ടിവേഷൻ തീർച്ചയായിട്ടും തോന്നും എന്നാണ് എൻ്റെ വിശ്വാസം. അതിനകത്ത് ആ ബ്യൂട്ടിഫുൾ സോങ് സൗമ്യ പാടിയെന്ന് പാടി. ഇതൊരു ലല്ലബിയാണ് ഈ പാട്ട്. പറുദീസയിലെ പനിനീർ മലരല്ലേ, മിഴിനീർമണിയിൽ വിരിയും മഴവില്ലേ, നിൻ പാദമൂഴിയിലോ നീ വിണ്ണോരമെങ്ങോ പാറി നീ, ബത്ലഹേം പുൽക്കുടിൽ ഇന്നിതാ കാണു ഞാൻ ഓമനേ, ഇടയർ തൻ ഗീതികൾ കേൾപ്പു ഞാൻ കാതിലിൻ ജീവനേ. ശരിക്കും ആ സിനിമയിൽ ഒരു മർമ്മപ്രധാനമായ രംഗത്താണ് ഈ പാട്ട്. അപ്പൊ ഒന്നുകൂടെ കേട്ടിട്ട് ഞങ്ങൾ ആ വേർഡ്സ് ഒക്കെ പിടിച്ചിട്ട് ഒന്ന് മനസ്സിലാക്കി നോക്കായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ അതിന്റെ വിഷ്വൽസ് പുറത്ത് വിടുന്നില്ല.